നമ്മൾ മുമ്പ് പറഞ്ഞു പോയതൊക്കെ ജീവിതത്തിലൂടെ കലാരംഗത്തുകൂടി വളർന്നു വന്ന അല്ലെങ്കിൽ അതിലൂടെ നമ്മൾ ലയിച്ച് കടന്നുപോയ വർഷങ്ങളായിരുന്നു. അപ്പോൾ ആ വർഷങ്ങൾക്ക് അതിനിടയിൽ നമുക്കുണ്ടാകുന്ന ഓരോ കാര്യത്തിനും ഓരോ സംഭവത്തിന് ഓരോ സുഖകരമായ ഓരോ നിമിഷങ്ങളുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഈ കലാരംഗത്ത് നമ്മുടെ സ്കൂളിങ്ങിലൊക്കെ അഭിനയത്തിനോടൊക്കെ താല്പര്യമുണ്ടെങ്കിലും വേലുത്തമ്പി ദളവയെ കണ്ട് എനിക്ക് വേലുത്തമ്പി ദളവയായിട്ട് ചെയ്യണമെന്ന് തോന്നിയിട്ട് നടക്കാതെ പോയ കാര്യമുണ്ടെങ്കിലും നമ്മൾ വീട്ടിൽ വന്ന് ചെയ്യാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ രാമപുരത്തമ്പലം ഈ കലയ്ക്ക് നമുക്ക് കിട്ടുന്ന ഒരു വലിയ സ്ഥലമായിരുന്നു. കല ആസ്വദിക്കാനും അതിനെ ഇമ്പ്രൂവൈസ് ചെയ്ത് നമ്മൾ നമ്മുടേതാക്കി മാറ്റാനൊക്കെ. അതായത് 3 ദിവസം കഥകളി ഉണ്ടായിരുന്നു. അതിൽ 3 ദിവസം 6ഉം 1 7, ചില ദിവസം 3 കഥ വരും. അതിൽ ഈ ദുര്യോധനവധം, കീചകവധം എന്നൊക്കെ പറയുന്ന സംഭവം, അതുപോലെ അതിലൊക്കെ നമ്മളിരുന്ന് ശരിക്കും അതിൻ്റെ പാർട്ടാവും. എന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ശരിക്കും അതിലെ ഈ ഗോഗോവിളികളും എന്തെങ്കിലുമൊക്കെ സാധനം അണിഞ്ഞിട്ട് വീട്ടിൽ അനിയനുമൊക്കെ ആയിട്ട് ചേർന്നിട്ട് ചെയ്യുക. ബാലയുടെ ഈ യുദ്ധമൊക്കെ കണ്ടിട്ട് വാളും പരിചയ്ക്കും ഇഡ്ഡലിപ്പാത്രം എടുത്തിട്ട് എടുക്കുക, ചൂരൽ കമ്പൊക്കെ എടുത്തിട്ട് വാൾപ്പയറ്റൊക്കെ നടത്തുക, വീട്ടിൽ നിന്ന് അമ്മ ഓടിക്കുക, അങ്ങനെയൊക്കെ തുറക്കുന്ന സംഭവങ്ങൾ ഈ നമ്മുടെ കലയോടുള്ള ഈ എന്താ പറയുന്നത് ഇഷ്ടം കൊണ്ടുണ്ടാകുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ വായനശാലയും ഈ കലയായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ, വായനശാലയിൽ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ സമയത്ത് ഈ വൈകുന്നേരം ഒരു 6 മണി മുതൽ ഒരു 8-8:30 വരെ കവലയിൽ ചിലവഴിക്കാനുണ്ടായ ഏറ്റവും വലിയ സാധനം എന്ന് പറയുന്നത് വായനശാലയായിരുന്നു. വായനശാലയിലെ ബുക്കുകൾ മാത്രമല്ല എല്ലാവരും വായിക്കുകയും അതിനെ ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നത്, ഈ കലാകൗമുദിക്കകത്ത് വരുന്ന 2ാം ഊഴമൊക്കെ വരാൻ വേണ്ടിയിട്ട് ആദ്യം വായിക്കും എന്നുള്ളത് ഒരു കലാകൗമുദിയാണ് ഒരു സ്ഥലത്ത് ഒരു പ്രദേശത്തേക്ക് ആദ്യം എത്തുന്നത്. അതിനകത്ത് MTയുടെ കഥയും MTയുടെ നോവലും അതിന് നമ്പൂതിരിയുടെ ഈ വരയും കൂടെ കാണുമ്പോൾ ആ വരയെക്കുറിച്ച് സംസാരിക്കുക, ആ പ്രതലങ്ങളെ അദ്ദേഹം ഉണ്ടാക്കുന്ന പ്രതലങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ മാറ്റെഴുത്തുകളെക്കുറിച്ച്, അങ്ങനെ ലോക പ്രശസ്തരായ എല്ലാ നോവലിസ്റ്റുകളുടെയും നോവലുകൾ, കഥകൾ ഇതെല്ലാം വായനശാല വഴി നമുക്ക് വായിക്കുവാനും, അതിനോടൊപ്പം തന്നെ ഈ വായനശാലയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയൊരു സംഭവമായിരുന്നു ഈ ഞാൻ പറഞ്ഞ ഏകാംഗ നാടക മത്സര വീക്ഷണം. അത് കാണാൻ പോവുക, കണ്ടിരുന്നിട്ട് അതിലെ കഥാപാത്രങ്ങളായിട്ട് മാറുക. നമുക്കിങ്ങനെ ഒരു അവസരം ഉണ്ടാകണേ എന്നുള്ള ഒരു അവസരം എവിടെയെങ്കിലും കിട്ടും. കാരണം അമനകരയിൽ ഞങ്ങൾക്കൊരു നാടകം ഉണ്ടാക്കണമെങ്കിൽ അതിനകത്ത് റിയലിസ്റ്റിക് അല്ലാതെ വേറെ റിയലിസ്റ്റിക് നാടകത്തിനൊക്കെ അപ്പുറത്തേക്ക് വലിയൊരു തലമാണ് നാടകം, ഇത്ര വലിയൊരു സംഭവമാണ് നാടകം എന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള നാടകങ്ങളായിരുന്നു കേരളത്തിൻ്റെ പല സ്ഥലത്തുനിന്നും ആൾക്കാർ വന്ന് കാണുന്നത്. അപ്പോൾ നമ്മളും ഇതിനു വേണ്ടി ശ്രമിച്ചിട്ട് ചോദിച്ച് ചെയ്യുക, എടാ ഇങ്ങനെയൊക്കെയാണോ അഭിനയിക്കുന്നത്? നമ്മൾ അഭിനയിക്കുമ്പോൾ അതല്ല, നീ എന്നെ പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിക്കുന്ന ഈ നമ്മൾ ഗമ്മയ്ക്ക് നിന്ന് പറയുക, അങ്ങനെയൊക്കെയുള്ള സംഭവമൊന്നും അല്ല, ഇതാണ് അഭിനയം എന്നൊക്കെ പറഞ്ഞിട്ട് അഭിനയത്തിൻ്റെ ഏറ്റവും ചെറിയ സംഭവങ്ങൾ വരെ പറഞ്ഞു തരുന്ന മണിച്ചേട്ടൻ എന്ന് പറഞ്ഞൊരു കളരി, അമ്മച്ചിയ സെറീന മാനത്തൂരിൽ, അദ്ദേഹം ഇപ്പോൾ ഇല്ല. അപ്പോൾ അങ്ങനെ ആണ് നമ്മളിവിടെ എത്തിപ്പെടുന്നത്. എന്താ പറയുന്നത്, തിരുവനന്തപുരത്ത് ഈ ശ്രമിക് വിദ്യാപീഠ് നടത്തുന്ന ഒരു സ്ഥലമായിരുന്നു. നാടകപ്രവർത്തകർ ഒത്തിരി പേര് പങ്കെടുത്ത ശ്രമിക് വിദ്യാപീഠിൻ്റെ ഒരു തിയേറ്റർ, ഒരു വർക്ക്ഷോപ്പായിരുന്നു നാടകത്തിൽ. അപ്പോൾ അതിൽ നമ്മൾ നാടകം അഭിനയിക്കുമ്പോൾ നമ്മളുടെ ചില ആക്ടിങ് രീതികളൊക്കെ കണ്ടിട്ട് സാറന്മാരൊക്കെ പറഞ്ഞ ചീത്തവിളികൾ, ഞാനന്ന് ശരിക്കും പറഞ്ഞാൽ കുറച്ച് നാൾ മിമിക്രി കൊച്ചിൻ സൂപ്പർ സ്റ്റാറിൽ മിമിക്രി ആർട്ടിസ്റ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നു. കുരനാട് ചന്ദ്രൻ എന്ന് പറഞ്ഞ അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന അതിൽ മിമിക്രി ആർട്ടിസ്റ്റ് ചങ്ങനാശ്ശേരി ചോളമൻ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തിരുന്ന, അല്ലെങ്കിൽ പുന്നപ്പറ മധു, പുന്നപ്പറ മനോജ്, ഞങ്ങളെല്ലാവരും കൂടെ ഒരേ വേദിയിൽ മിമിക്രി അവതരിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഈ മിമിക്രി അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഇത് നമ്മുടെ കൂടെ പിന്തുടരുമല്ലോ. അപ്പോൾ ഈ നാടകം അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ അഭിനയ വർക്ക്ഷോപ്പ് നടക്കുന്നതിനിടയിൽ ഒരു തവണ നമ്മുടെ ഓൾ ഇന്ത്യ റേഡിയോ ഞങ്ങൾക്ക് എങ്ങനെയാണ് റേഡിയോ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത് എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട് അവിടെ എൻ്റെ മൈക്ക് കിട്ടിയപ്പം ഞാൻ വെറുതെ രസത്തിന് ഞങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന കർണഭാരം എന്ന നാടകത്തിൽ അത് വജ്രാസ്യം ക്രിമിയൻ്റെ 2 തുടയും കുത്തി തുളച്ച് മറ്റേ വണ്ട് വന്ന് കർണൻ്റെ തുടയിൽ തുളച്ചിട്ടും ദ്രോണാചാര്യ ഉറക്കത്തിൻ്റെ ഭംഗം വരാത്ത രീതിയിൽ ഉറങ്ങാതിരുന്ന ആ ഒരു കഥ പറയുന്ന ഒരു രംഗമുണ്ടായിരുന്നു. അപ്പോൾ ആ സംഭവത്തിന് ഞാനങ്ങനെ ഇങ്ങനെ മൈക്കിനടുത്ത് നിന്നിട്ട് വജ്രാസ്യം ക്രിമിയൻ്റെ 2 തുടയും എന്ന് പറഞ്ഞിട്ട് മോഹൻലാലിൻ്റെ ശൈലി പറയുന്നൊരടിയായിരുന്നു. ഒന്നുകിൽ നീ മിമിക്രി ചെയ്തോണം, അതല്ലെങ്കിൽ നാടകം ചെയ്തോണം.
മിമിക്രിയും നാടകവും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സ്ഥലമല്ല. ഒരിക്കൽ ഒരാൾ ഒരു കഥാപാത്രത്തിനോട് ഇഷ്ടം തോന്നിയാൽ അഭിനയിക്കുമ്പോൾ അതിൻ്റെ ഒരു സംഭവം നിൻ്റെ കൂടെ നിഴലായിട്ട് വരും എന്ന് PK വേണുകുട്ടൻ നായർ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ മിമിക്രി സ്റ്റേജിൽ അഭിനയിക്കാൻ പോയിട്ടില്ല, മിമിക്രി അവതരിപ്പിക്കാൻ പോയിട്ടില്ല. അന്നും എവിടെയെങ്കിലും നടന ഒരു 2.5 മണിക്കൂർ നമ്മുടെ എവിടെയെങ്കിലും പിടിച്ച് ശ്രദ്ധേയനായ ഒരു നടനാക്കി മാറ്റും എന്നുള്ളതൊക്കെ ആയിരുന്നു. അങ്ങനെ അഭിനയ ജീവിതത്തിന് തിരുവനന്തപുരത്ത് ബ്രേക്ക് വന്നു. അതുപോട്ടെ. ഇപ്പം സംഭവം ശരിക്കും പറഞ്ഞാൽ പിന്നീട് വന്ന് ചാനലുകൾ, ഞങ്ങൾ ചാനൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ ഉണ്ടായ ഐക്യം കാര്യം തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ ഞങ്ങൾ ആസ്വദിക്കുകയായിരുന്നു. ഞങ്ങൾ എന്നാ പറയാൻ പറ്റുള്ളൂ, ഞാൻ മാത്രമല്ല. എൻ്റെ കൂടെ ഇപ്പം അണിയറക്കൂട്ടം എന്ന് പറയുന്ന ഒരു കൂട്ടം തന്നെയുണ്ട്. അണിയറ അല്ലെങ്കിൽ ഈ ചാനലിനോട് അണിയറയിൽ പ്രവർത്തിക്കുന്ന, അല്ലെ ഒത്തൊരുമിച്ച് അണിയറയിൽ എന്ന് തന്നെയല്ല, എല്ലാവരും തന്നെ എന്തിനു വരുമ്പം കൂടെ കൂടാൻ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ. നമ്മുടെ ഞാനൊരു പാട്ട് പാടാം എന്ന് പറഞ്ഞ 400 വീടുകളിൽ പോകുമ്പോൾ നമ്മുടെ ട്രൈപോഡ് വേണം, ക്യാമറ, 2 ക്യാമറ, ചിലപ്പോൾ അല്ല 1 ക്യാമറ അല്ലെങ്കിൽ 1 ക്യാമറ, അതിൻ്റെ മറ്റ് ലൈറ്റ്, സപ്പോർട്ടിങ്, റിഫ്ലക്റ്റേഴ്സ്, ഈ സംഭവമൊക്കെ ആയിട്ട് ആളുകൾ, റിഫ്ലക്റ്റർ എന്നൊക്കെ പറയുന്ന സാധനം തെർമോക്കോൾ ഷീറ്റാട്ടോ, അതുകൊണ്ട് ബൗൺസ് ചെയ്യാനൊക്കെ. അപ്പോൾ ഈ സംഭവമൊക്കെ ആയിട്ട് ഓരോ വീടുകളിൽ ചെല്ലുക. ആ വീടുകളിലേക്ക് ചെല്ലുമ്പം എല്ലാ ആൾക്കാരും ഒരു നാടൊക്കെ മുഴുവൻ കാത്തിരുന്ന സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾ പാട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചെല്ലും. ഒരു വീട്ടിലേക്ക് പാട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടുമ്പോൾ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ വന്നിരുന്ന് അവരുടെ പാട്ട് കേൾക്കാൻ, അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാനലുകാർ വന്നായിരുന്നു എന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ അവരുടെ വീടിൻ്റെ ആംബിയൻസിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് വരുമ്പോൾ ഉണ്ടായ ഒരു സുഖമൊക്കെ വലിയൊരു സുഖം തന്നെയാണ്. അതിനുവേണ്ടി ഞങ്ങളൊരു കാറ്, ശരിക്കും പറഞ്ഞാൽ വളരെ ഗംഭീരമായിട്ടൊരു കാറ് നമ്മൾ ഒരു പഴയ അംബാസഡർ കാറെടുത്ത് അതിനെ വളരെ ഡെക്കറേറ്റ് ചെയ്ത്, ഒരു സൈഡ് റെഡ്, ഒരു സൈഡ് ഗ്രാഫിക്കൽ ഒരു കാറൊക്കെ ഉണ്ടാക്കി അതിന് മുന്നേ ഒന്ന് ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും ഒക്കെ വരുന്ന ആളുകൾ. അങ്ങനെ അതൊക്കെ ഒരു വലിയ ഒരു അനുഭവങ്ങളായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ റോഡ് ഷോ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള ഷോ. അപ്പോൾ ഈ പരിപാടി, ഞാനൊരു പാട്ട് പാടാം എന്ന പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി സഹകരിച്ച ആളുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ അണിയറക്കൂട്ടത്തിലെ എല്ലാ ആൾക്കാരും ഒരു പരിധിവരെ അവരൊക്കെ ഒന്ന് എന്താ പറഞ്ഞേ, വെറുതെ എല്ലാവരുടെ ഈ കലയോടുള്ള ഇഷ്ടം കൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ചാനലിനൊരു ഭയങ്കര ഊർജ്ജസ്വലമായിരുന്നു അന്നത്തെ ചാനൽ. ഞങ്ങളുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഇത്രയും പ്രേക്ഷകരെ ഇത്രയധികം നമ്മളിലേക്ക് ഒതുക്കി നിർത്താൻ വേണ്ടി, നമ്മളുടെ പരിപാടികളെല്ലാം കാണാൻ വേണ്ടിയിട്ട് എത്താനുള്ള കാരണം എല്ലാവരും കൂടിയുള്ള പ്രവർത്തനം കൊണ്ടായിരുന്നു. അപ്പം അങ്ങനെ ക്വാളിറ്റിയുള്ള പ്രോഗ്രാം, നല്ല ഇതായിരിക്കണമെന്ന തീരുമാനം കൊണ്ട് തന്നെ നല്ല ജഡ്ജസിനെ വെച്ച് നമ്മുടെ റിയാലിറ്റി ഷോയുടെ ശരിക്കും പറഞ്ഞാൽ 2ാമത്തെ റൗണ്ട് നടത്താൻ വേണ്ടി സ്റ്റുഡിയോ വേണം. അതിന് ഹെവി പൈസ വേണമല്ലോ. അപ്പോൾ അത്രയും പൈസക്കുള്ള ബജറ്റൊന്നും ഈ ഒരു ചെറിയ സെറ്റപ്പ് നടക്കുന്നില്ല. അത് നമുക്ക് എല്ലാവരും കൂടി നടക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റജിരാമപുരം, ജിൻസ് ഗോപിനാഥ്, ജിൻഡോ ഗീതം, ഹരീഷ്, അങ്ങനെ തുടങ്ങുന്ന ഒരു കൂട്ടം ആളുകൾ, എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ മറ്റ് പരിപാടി അവതരിപ്പിക്കുന്ന ആളുകൾ പോലും ഈ ഒരു പരിപാടിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് കൂടെ വന്ന് സഹകരിക്കുക. ഫുൾ ഒരു സ്റ്റുഡിയോയ്ക്കകത്ത്, നമ്മുടെ ഒരു കൊച്ചു മുറിക്കകത്ത് സ്റ്റുഡിയോയ്ക്കകത്ത് ട്രോളിയും എന്താ പറയുന്നത് വൈറ്റ് ക്യാമും ഉൾപ്പെടെയുള്ള സംഭവം വെച്ചിട്ട് ഷൂട്ട് ചെയ്യാനുള്ള സംഭവം നടക്കുക. അതിൽ 3 ജഡ്ജസിനെ അക്കോമഡേറ്റ് ചെയ്യുക. എന്നിട്ട് ആ സംഭവം ഔട്ട് ആൾക്കാരെ കൊണ്ട് പാട്ടുകളുടെ മനോഹാരിത അല്ല, തിരഞ്ഞെടുക്കപ്പെട്ട കണ്ടസ്റ്റൻസിനോട് യാതൊരുവിധ നമ്മൾ ഒരു പാർഷ്യാലിറ്റി ഒന്നും കാണിക്കാതെ പോയതുകൊണ്ട് ആർക്കും എതിർപ്പില്ലാത്ത നല്ല പാട്ടുകാർ തന്നെ എത്തുന്ന രീതിയിൽ അതിൻ്റെ ഫൈനലിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. ആ ഫൈനലിലേക്ക് എത്തിയപ്പോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും വൈക്കം വിജയലക്ഷ്മി, ദേവാനന്ദ് തുടങ്ങിയ പ്രഗത്ഭരായ ആളുകളായിരുന്നു അവർ ഫൈനലിലൊക്കെ മാർക്കിടാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് കുളിർമയാകുന്ന ഈ ഒരു ചെറിയ ഒരു സെറ്റപ്പിൽ, അല്ലെങ്കിൽ ഈ 4 ജില്ലകളിൽ മാത്രം ഓടുന്ന ഒരു ചാനലിൽ ഇത്രയും ഗംഭീരമായിട്ടൊരു പ്രോഗ്രാമൊക്കെ ഔട്ടിറക്കുക എന്ന് പറയുമ്പം അത് എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഞങ്ങൾക്ക് നടന്നൊരു സംഭവമായിരുന്നു. അണിയറക്കൂട്ടം എപ്പോഴും അണിയറക്കൂട്ടമായി തന്നെ തുടരുന്നു. എല്ലാവരും അതുപോലെ എല്ലാവരും കലയും ഉപജീവന മാർഗമാക്കിയവരും കലയെ സ്നേഹിക്കുന്നവരാണ് എല്ലാവരും. അപ്പോൾ അങ്ങനെ ആ പരിപാടി വളരെ ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റി. പക്ഷെ അണിയറക്കൂട്ടത്തിനുണ്ടായ മറ്റൊരു വലിയ ഗുണമാണ് എനിക്ക് കിട്ടിയൊരു തിയേറ്റർ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറഞ്ഞ് ഞങ്ങൾക്ക് ഭീമ ഘടോൽക്കജ ബൊമ്മനാട്ടം എന്ന നാടകം രാമപുരത്ത് അമ്പലത്തിൽ കളിച്ചിട്ട്, ആ കളിച്ച വേദിയിലുള്ള ഒരാൾ പോലും ഇപ്പോൾ കാണുമ്പോഴും അതിനെ ഞങ്ങളെ പ്രകീർത്തിക്കുന്നൊരവസ്ഥയുണ്ട്. കാരണം എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഭീമഘടോൽക്കജ ബൊമ്മനാട്ടം നമ്മുടെ ചാനൽ പ്രവർത്തകർ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് എല്ലാവരും തന്നെ ഒരു 20-25 ദിവസത്തെ റിഹേഴ്സൽ എടുത്ത് ആ റിഹേഴ്സൽ എത്ര ഗംഭീരമായോ ആ രീതിയിൽ തന്നെയുള്ള പെർഫോമൻസ്, അതിലേറെ മികവോടുകൂടി പെർഫോമൻസ് നടത്തി ഗംഭീരമായിട്ട് ഇത്തരത്തിലൊരു നാടകം സാധാരണ പ്രേക്ഷകരുടെ മുന്നിൽ വിജയിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ
അത് അത്രയ്ക്ക് എന്ന് വെച്ചാൽ വന്ന സ്റ്റേജിലേക്ക് ആൾക്കാർ വന്ന ഒരു തള്ളിക്കയറ്റമായിരുന്നു ഇതിന് ശേഷം. ഇത്ര ഗംഭീരമായിരുന്നു ഓരോ സീനും ഓരോ സീക്വൻസും. ആൾക്കാർക്ക് ഞങ്ങൾ എങ്ങനെ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചോ ആ രീതിയിലേക്ക് കൺവേ ചെയ്യത്തക്ക രീതിയിൽ ഈ അതിനൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് സംവിധാനം ചെയ്തതോ അല്ലെങ്കിൽ അത് മാത്രമല്ല, അതിനനുസരിച്ചുള്ള പെർഫോമൻസും അതിനെ കൺവിൻസ് ചെയ്ത ആൾക്കാരിലേക്ക് നമുക്ക് എത്തിക്കുക എന്ന് പറയുന്ന നടനിലൂടെ പറ്റത്തുള്ളൂ. നടന്മാരെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് നല്ല വളരെ താളത്തിന് ക്രമമായ രീതിയിൽ തന്നെ എല്ലാവരുടെയും ആക്ടിങ്ങും ഒക്കെ വന്നതുകൊണ്ട് അതൊരു വൻ വിജയമായിരുന്നു. അത് ഭീമകടൽക്കജ ബൊമ്മനാട്ടം നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. അത്രയധികം ജീവിതത്തിലെ വലിയൊരു ഒരു കലാപ്രവർത്തന രംഗത്ത് കിട്ടിയതിലെ ഒരു പ്രമുഖ നേട്ടം തന്നെ, അല്ലെങ്കിൽ ഒരു സന്തോഷമാണ്, അല്ലെങ്കിൽ ഒരു നിർവൃതിയാണ് ഈ ആ ഒരു നാടകം ഒരു സ്റ്റേജ് ചെയ്ത്, പ്രത്യേകിച്ച് നമുക്ക് ഒട്ടും സമയമില്ലാത്തൊരു സമയത്ത് അതിൽ നിന്ന് ഉത്തേജനമായിക്കൊണ്ട് അടുത്ത വർഷം തന്നെ ഞാൻ തന്നെ തിരുത്തി എഴുതി ഉച്ചാടനം എന്ന ശങ്കരപ്പിള്ള സാറിൻ്റെ നാടകത്തിനെ ഈ കാലഘട്ടത്തിലേക്ക് മാറ്റി ഒരു മാറ്റെഴുത്ത് നടത്തി പ്രജാരാജപർവം എന്ന് പറഞ്ഞ നാടകം കൂടി ചെയ്യാനും പറ്റി. അതും ഇതുപോലെ തന്നെ വളരെ ഗംഭീരമായി. പിന്നെ ഒരിക്കലും എത്ര ആൾക്കാരെ എല്ലാവരെയും കൂടെ സംഘടിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. ഈ ഓരോരുത്തരും ഇപ്പോഴും കാണും പറയും നമുക്കൊരു നാടകം ഇതുപോലെ ഇനിയും കളിക്കണ്ടേ, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു നാടകത്തിൽ അഭിനയിക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന പ്രവർത്തകർ ഇപ്പോഴും നമ്മുടെ കൂടെയൊക്കെ ഉണ്ട്. പിന്നീട് വലിയൊരു നേട്ടം കലാരംഗത്തുണ്ടായ വലിയ ഒരു നേട്ടം തന്നെയാണ് നമ്മുടെ ഡോൺ എന്ന നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അത് സ്വന്തം അതായത് എൻജിനീയറിങ് ഒക്കെ പാസ്സായി കഴിഞ്ഞിട്ടും VFX എന്ന് പറഞ്ഞ അല്ലെങ്കിൽ സിനിമ എന്ന് പറഞ്ഞ ഈ ഒരു സ്ക്വയറിനെ വല്ലാതെ സ്നേഹിക്കുന്ന, അതിലൂടെ കാഴ്ചകളെ സ്വന്തം ആശയങ്ങളെ വളരെ സിനിമയെ ലോകോത്തര തലത്തിൽ കാണുന്ന ഒരു കാഴ്ചക്കാരനും ഒരു കൺസീവ് ചെയ്യുന്ന ഒരാളുമാണ് അദ്ദേഹം. സ്വന്തം പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ ഒരു സിയ എന്ന് പറഞ്ഞ ഒരു 3D ഇംഗ്ലീഷ് ഷോർട്ട് ഫിലിം നമ്മളുടെ സ്റ്റുഡിയോയിൽ വെച്ച് തന്നെ ചെയ്യാൻ അവർക്കൊരു അവസരം കൊടുക്കാൻ പറ്റി എന്നുള്ളത് മാത്രമല്ല, അതിലെ മുഖ്യവേഷം ചെയ്യാൻ വേണ്ടിയിട്ട് ഡോൺ എനിക്കൊരു അവസരം കൂടി തന്നപ്പോൾ അത് ജീവിതത്തിൽ ഇതുവരെ അല്ലെങ്കിൽ ഒരിക്കലും സാധിക്കും എന്ന് പറഞ്ഞൊരു കാര്യമല്ല. ഒരു ഇംഗ്ലീഷ് സിനിമയിൽ മുഖ്യവേഷം എനിക്ക് അഭിനയിക്കാൻ പറ്റുക എന്നുള്ള കാര്യം, അതും മറ്റൊരു തരം പ്രതലത്തിൽ, അതായത് 3D എന്ന് പറയുന്ന ഒരു അത്ഭുത പ്രതലത്തിൽ നമുക്ക് അതിൽ ശരിക്കും അഭിനയിക്കാൻ പറ്റി. അതിനെ വളരെ കാണുന്ന ഓരോ പ്രേക്ഷകനും എന്താ പറയുന്നത്, അവർ ഒരു വിസ്മയത്തോടു കൂടി അല്ലെങ്കിൽ ഒരു അത്ഭുതത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു 3D ഷോർട്ട് ഫിലിമായിരുന്നു അത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഡോണൊക്കെ ഇപ്പം വീണ്ടും അതിൻ്റെ ഒരു വർക്കിൻ്റെ ബെനിഫിറ്റ് എന്നൊക്കെ വേണേൽ പറയാം. ഇപ്പോൾ വലിയ ഇന്ത്യൻ സിനിമകളിലെ മുഖ്യ സിനിമാ സ്ഥലമായ തമിഴ് സിനിമയിലെ രജനീകാന്തിൻ്റെ ഒക്കെ സിനിമയിൽ VFX ഡയറക്ടറായിട്ടൊക്കെ ഉള്ള തലത്തിലേക്ക് പോകുന്ന ഒരാളുടെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റി എന്ന് പറയുന്നത് വലിയൊരു നേട്ടമുള്ള കാര്യമാണ്. പിന്നീട് നമ്മുടെ കലാപ്രവർത്തനങ്ങൾക്ക് ഇപ്പോഴും നമുക്ക് ഏറ്റവും വലിയ സുഖകരമാകുന്നൊരു സംഭവം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ആളുകളെല്ലാവരും കലാകാരന്മാരിലൂടെ കൂടിയിരുന്ന് വർത്തമാനം പറഞ്ഞ് അതിനോടൊപ്പം എപ്പോഴും ഒരു പാട്ടിൻ്റെ അകമ്പടി ഉണ്ടാകുക എന്നുള്ളതാണ്. എല്ലാ തരം പാട്ടുകളും പാടാൻ പറ്റുന്ന ഒരു വേദിയാണ് അണിയറക്കൂട്ടത്തിൻ്റെ ഒരു വേദി എന്ന് പറഞ്ഞാൽ എല്ലാ തരം പാട്ടുകൾ, നാടൻ പാട്ടുകൾ, ക്ലാസിക്കൽ പാട്ടുകൾ, കവിത, നമ്മുടെ എന്താ പറയുന്നത് അടിപൊളി പാട്ടുകൾ, ഇതെല്ലാം കൂടെ പാടി എല്ലാവരും കൂടെയുള്ള ഒരു കലാമേഖലയിലെ ഇപ്പോഴും ഞങ്ങൾ പിന്തുടരുന്ന ഒരു കൂട്ടായ്മ തന്നെയാണ് ഈ അണിയറക്കൂട്ടം എന്ന് പറയുന്ന ഒരു സുഹൃത്ത് വലയം.